ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ മോഷണവും അക്രമവും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പൂർണ്ണ വിവരം ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് താലൂക്കുകളിലായാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണവും അഴിഞ്ഞാട്ടവും കഴിഞ്ഞ നാളുകളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. നെടുങ്കണ്ടത്ത് 2 കൊലപാതകങ്ങളും 1 കൂട്ടബലാത്സംഗവും ഇതര സംസ്ഥാനക്കാരുടെ നേതൃത്വത്തിൽ നടന്നത് ഈ അടുത്തിടെയാണ്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം നിർത്തിയിട്ടിരുന്ന വാഹനം രാത്രിയിൽ ഇതര സംസ്ഥാനക്കാരൻ മോഷ്ടിക്കുകയും പിന്തുടർന്നെത്തിയ പോലീസിനെ വെട്ടിച്ച് വാഹനം അപകടത്തിലാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഇനിയും പിടിക്കുവാനായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന മുറി കുത്തി തുറക്കുവാൻ ബീഹാർ സ്വദേശി ശ്രമിച്ചത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ എവിടെയാണ് ഷട്ടർ. ഞങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴത്തേന് നമ്മൾ കടയിലോട്ട് പോകുന്ന പൂട്ടിച്ച് വരും. ഞാൻ സ്റ്റാഫും കൂടെ പൂട്ടിച്ച് വരുന്നു. വൈകിട്ടാകുമ്പോഴത്തേന് ഇവൻ ഇടയ്ക്ക് കയറി ഉച്ചയ്ക്ക് വന്ന് നോക്കി പോയി. നമ്മളാരും പണിയുടെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേന് തൊട്ട് കടക്കാർ കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഷട്ടർ കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. ജില്ലയിൽ 23,000 പേർ മാത്രമാണ് നിലവിൽ അതിഥി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൊടുപുഴ, മൂന്നാർ, ശാന്തൻപാറ, പീരുമേട്, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ ലേബർ ഓഫീസുകളിലാണ് രജിസ്ട്രേഷൻ ഉള്ളത്. കാർഷിക, നിർമ്മാണ, വ്യാപാര മേഖലകളിൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനാൽ ഇവരുടെ എണ്ണം ഇതിലും ഏറെയാണെന്നാണ് സൂചന. രജിസ്റ്റർ ചെയ്യാത്തതിനാൽ കുറ്റകൃത്യം നടത്തി നാടുവിട്ടാൽ ഇവരെ കണ്ടെത്താനും പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.